الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരീ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ റമളാനിലെ വ്രതാനുഷ്ഠാനവും കഴിഞ്ഞ് നമുക്ക് അനുവദിച്ചു കിട്ടിയ ഒരു ദിവസത്തെ ആഘോഷവും കഴിഞ്ഞ ശേഷമാണ് വെള്ളിയാഴ്ചയുടെ സവിശേഷമായ സന്ദർഭത്തിൽ നാം സമ്മേളിച്ചിരിക്കുന്നത്. വ്രതമാസക്കാലം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ചില തിരിച്ചറിവുകളെ ഇനിയുള്ള കാലവും കൈവിടാതെ കൊണ്ടു നടക്കണമെന്ന മർമ്മം നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ ഊന്നി നിൽക്കേണ്ടുന്ന ചർച്ചയും ചിന്തയും ഉണ്ടായി വരേണ്ടുന്ന കാലമാണ് വ്രതമാസക്കാലത്തിന് പരിസമാപ്തി കുറിക്കപ്പെട്ട ഈ ആദ്യ അവസരങ്ങൾ. അത്തരത്തിൽ നാം ഉൾക്കൊണ്ട ഒരു വസ്തുതയെ റമളാനിൽ നാം യഥാവിധി പ്രയോഗവൽക്കരിച്ച ഒരു പാഠത്തെ വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനത്തിന്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് ശീലിക്കാനും പാലിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഖുർആനിന്റെ ഊന്നലുകളാണ് ഇന്നത്തെ ഖുതുബയുടെ ഇതിവൃത്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നൈരന്തര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ ഒരു ഉപദേശമാണ് സൂറ അൽ ഫാത്തിറിലെ ഒരു സൂക്തമായി മുഖദ്ദിമയിൽ നിങ്ങളെ കേൾപ്പിച്ചത്. അവതരിപ്പിക്കുന്ന രീതി എന്റെയും നിങ്ങളുടെയും ജിജ്ഞാസയെ ഉണർത്തുന്ന രീതിയിലാണ്. ലാഭവും നഷ്ടവും സംഭവിക്കാം എന്ന കണക്കുകൂട്ടലിലാണല്ലോ
നല്ല മനുഷ്യർ കച്ചവടത്തിൽ ഇറങ്ങുക, ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങേണ്ടുന്ന ഒരു കച്ചവടം എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു ജിജ്ഞാസയെ ഉണർത്തി നഷ്ടമൊരിക്കലും വരില്ല എന്ന ഉറച്ച പ്രതീക്ഷയോടുകൂടി ലാഭമാകട്ടെ കേവല ലാഭമല്ല, നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ഒരുപാട് ഇരട്ടി വർധനവുള്ള ലാഭം അത് ലഭ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളെ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിസംബോധിതരായ എന്നെയും നിങ്ങളെയും യഥാവിധി പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശൈലി അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തു സഫിലെ ഒരു സൂക്തം ഉദാഹരണമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറ, അല്ലയോ സത്യവിശ്വാസികളെ, ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് യഥാവിധി നിങ്ങളെ അറിയിക്കട്ടെയോ എന്ന ഒരു ആമുഖത്തോടു കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന വിശ്വാസികൾ കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടുന്ന, നിരന്തരം അവർ പരിപാലിക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അവിടെയും കച്ചവടം എന്ന ഭാവത്തിലാണ് ഈ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ സൂറ അൽ ഫാത്തിറിലെ 29-30 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സംഗതികളെക്കുറിച്ച് ഗൗരവത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, കച്ചവടത്തെ മുമ്പിൽ വെച്ചുകൊണ്ട്. ഈ കച്ചവടത്തെക്കുറിച്ച് പറയുന്നിടത്ത് യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരുമെന്ന് ഭയപ്പെടേണ്ടതില്ലാത്ത കച്ചവടം, നഷ്ടസാധ്യതയേ ഇല്ലാത്ത ഒരു കച്ചവടം, ലാഭം മാത്രം ലഭ്യമാകുന്ന ഒരു കച്ചവടം എന്ന രീതിയിലാണ് ഖുർആനിന്റെ അവതരണം. ഈ കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലി, അവർക്ക് അല്ലാഹു പൂർത്തീകരിച്ച് അവൻ നൽകേണ്ടുന്ന പ്രതിഫലം നൽകും എന്നല്ല, അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഒരുപാട് ഇരട്ടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്നും പറഞ്ഞിരിക്കുന്നു. നഷ്ടസാധ്യതയില്ലാത്ത, ലാഭം മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന, ഉറപ്പിക്കേണ്ടുന്ന, അത് തന്നെ കേവല ലാഭമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടി, അർഹിക്കുന്നതല്ല, അതിനേക്കാൾ ഉപരി ഔദാര്യത്താൽ കൂടുതലായി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുന്നത് എന്നും, അതുകൊണ്ട് തന്നെ ഈ സമർത്ഥനം ഏറെ ശ്രദ്ധയോടെ വിശ്വാസികൾ പാലിക്കേണ്ടതുണ്ട് എന്നും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് അതിൽ ഇതിവൃത്തമായിട്ടുള്ളത്. അതിലൊന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും പഠനവും, രണ്ടാമത്തേത് നമസ്കാരം മുറ തെറ്റാതെ ക്രമത്തിൽ അനുഷ്ഠിക്കൽ, മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് വ്യയം ചെയ്തുകൊണ്ടിരിക്കുക നൈരന്തര്യത്തോടുകൂടി. ഈ 3 വിഷയങ്ങളാണ് ഇങ്ങനെ ഒരു അവതരണത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഈ 3 സംഗതികളും ശീലിച്ചും പാലിച്ചും 1 മാസക്കാലം ജീവിച്ചവരാണ് നമ്മൾ എന്നതാണ് ഇപ്പോൾ ഇതിന്റെ പ്രസക്തി എന്ന് കൂടി മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ശ്രദ്ധയോടെ മുഴുകിയവർ, ഇത്തിരിയൊക്കെ അന്തമുള്ളവർ, കുറെ കൂടി പഠനത്തിലേക്ക് ഊന്നിയവർ, തഫ്സീർ വായിച്ചുകൊണ്ട് ആശയം ഗ്രഹിച്ചവർ, നമസ്കാരം ക്രമപ്രവൃത്തമായി നിർവഹിച്ചവർ. ഇന്ന് തന്നെ ഈ ജുമുഅ തുടങ്ങുമ്പോൾ നമ്മുടെ പള്ളി ഇത്തിരി ഖാലിയാണ്. അത് അങ്ങനെയാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കെട്ടുപൊട്ടിയതുപോലെയാണ്. ക്രമമെല്ലാം നഷ്ടപ്പെടുന്നു. എങ്ങനെ എന്ന് നമുക്കറിയില്ല. അപ്പൊ 1 മാസക്കാലം കൃത്യമായി നമസ്കാരം ശ്രദ്ധിച്ചവർ, മൂന്നാമതായി അള്ളാഹുവിന്റെ പ്രീതികാംക്ഷി ചെലവഴിച്ചുകൊണ്ടിരുന്നവർ, സകാത്തും സദഖയുമായി. ഇത് ശീലിച്ച പാലിച്ച 1 മാസക്കാലമായിരുന്നു കഴിഞ്ഞ മാസം.
അത് അനുഭവിച്ചവരും ചെയ്തവരും ഏർപ്പെട്ടവരുമാണ് നമ്മൾ. പക്ഷെ അത് ഒരു സമയത്തേക്ക് മാത്രമുള്ള ഒന്നായി കാണുകയും അതിൽ നൈരന്തര്യം ഇല്ലാതെ പോവുകയും ചെയ്ത ഹതഭാഗ്യർ, അതാണ് നിലവിലെ മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷവുമെന്ന് വേദനയോടെ നമ്മൾ പങ്കുവെക്കേണ്ടി വരും. അങ്ങനെ ഒരു ശീലമല്ല വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അവർ ചില കാര്യങ്ങൾ കൈവിടാതെ കൊണ്ടു നടക്കണം. ചില മർമ്മങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടുകൂടാ. ചില ഊന്നലുകളിൽ അവർ ജാഗ്രത പാലിക്കണം. ചില ശീലങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ശീലങ്ങളായി തന്നെ തുടരണം. ശീലം കൊണ്ട് അതിന് ഗൗരവമില്ലാതെ പോകാൻ പാടില്ല. ശീലം അതിന്റെ ഗൗരവത്തോടുകൂടി നിലനിർത്തുന്ന രീതിയിൽ അവർക്ക് പോകാൻ കഴിയണം എന്ന് കൃത്യമായി ഇസ്ലാം ഊന്നിയിട്ടുണ്ട്. ഈ ഊന്നൽ എവിടെ നമുക്ക് നഷ്ടപ്പെടുന്നുവോ അവിടെ അടുത്ത 11 മാസക്കാലം അവനവനെ നഷ്ടപ്പെട്ട മുസ്ലിമീങ്ങളാണ് ലോകത്തുണ്ടാവുക. എന്നിട്ട് പിന്നെ വരുന്ന ഒരു റമദാനിൽ അവർ സ്വയം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. അപ്പോഴേക്ക് അവർ മനസ്സിലാക്കും അവർക്ക് അവരെ വല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്, അവർ ഈ മാർഗത്തിൽ നിന്ന് ഏറെ അകന്നു പോയിരിക്കുന്നു എന്ന്, അവർ ഒരുപാട് ധിക്കാരം ചെയ്തു പോയി എന്ന്. പിന്നീട് അവർ പങ്കപ്പാടും വെപ്രാളവുമായി ഓടുന്ന ഓട്ടം നമുക്ക് കാണാം. അതല്ല വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ഗൗരവത്തോടെ ജീവിതത്തെ പാലിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സഹോദരന്മാരുടെ മുമ്പിൽ ചർച്ചക്കും ചിന്തക്കും വിഷയവഹിക്കാൻ വേണ്ടിയാണ് ഈ സൂക്തം ഇപ്പോൾ തെരഞ്ഞെടുത്തത്. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കാര്യഗൗരവത്തോടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരാണ് ഈ വിശ്വാസികൾ. വഅഖാമുസ്സലാഹ്, അവർ നമസ്കാരം മുറതെറ്റാതെ ക്രമപ്രവൃത്തമായി നിർവഹിക്കുന്നവരുമാണ്. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് അവർ. യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെ പ്രതീക്ഷിച്ചവരാണവർ. ലിയുവഫിയഹും ഉജൂറഹും, അവർക്ക് അല്ലാഹു അവരുടെ പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകും. വയസീദഹും മിൻ ഫദ്ലി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ കൂടുതലായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അവൻ പാപങ്ങളേറെ പൊറുക്കുന്നവനും മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവനുമാണ്. ഇതാണ് 2 ആയത്തിന്റെയും നേർക്കുനേരെയുള്ള അർത്ഥം. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിജയം വരിക്കുന്ന, തമ്പുരാന്റെ ഔദാര്യത്തിന് പരലോകത്ത് പാത്രീഭൂതരാകുന്ന, പാപങ്ങൾ പുറത്തു കിട്ടുന്ന, ജീവിതത്തിൽ അവർ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളെ വിലയിരുത്തി വകവെച്ചു കൊടുത്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം ഇഹലോകത്ത് നന്നായി നേടാൻ കഴിയുന്ന വിശ്വാസികളെ പരിചയപ്പെടുത്തുകയാണ് സൂറ അൽ ഫാത്തിറിലെ ഈ 2 സൂക്തങ്ങളിൽ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഷയങ്ങളിൽ അവർക്ക് സത്വര ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ആ 3 വിഷയങ്ങളിൽ സത്വര ശ്രദ്ധ പാലിക്കാൻ കഴിയാത്തവർ, അതിന് ജാഗ്രത കൊടുക്കാൻ കഴിയാത്തവർ റമളാൻ മാസത്തെ മാത്രം ആരാധിച്ചവരാണ്. അവർ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല. അവർ റമളാനിനെ മാത്രം പരിഗണിച്ചവരാണ്. അവർ തമ്പുരാനെ പരിഗണിച്ചിട്ടില്ല. അവർ റമളാനിന്റെ കാലയളവിൽ സാധാരണ നമ്മുടെ ബിസിനസ് മേഖലയിൽ അങ്ങനെ ഫ്രീ ആയി, ഔദാര്യമായി, ബോണസായി ഒരുപാട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭാഗ്യം തേടി നടക്കുന്നവരെ പോലെ റമളാനിന്റെ കാലയളവിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയവരാണ്. അവർ സ്ഥിരബുദ്ധിയുള്ളവരല്ല, അവർക്ക് സ്ഥിരതയില്ല, അവർക്ക് പരലോകത്തെ കുറിച്ച് ഭയമില്ല, അവർ നാഥനെ യഥാവിധി കണക്കാക്കിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ പടച്ചവനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വിശ്വാസികൾ എത്താൻ പാടില്ല. പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളെ അവർക്ക് എല്ലായ്പ്പോഴും പരിഗണിക്കാൻ കഴിയണം. പാലിക്കേണ്ട കാര്യങ്ങളെ അവർ കൃത്യമായി പാലിച്ചുകൊണ്ടിരിക്കണം. ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങളെ അവർ ഗൗരവത്തോടെ കാണണം. ജാഗ്രത പാലിക്കേണ്ടുന്ന വിഷയങ്ങളിൽ അവർക്കൊരിക്കലും പിറകോട്ടടി ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടുന്ന ഗൗരവതരമായൊരു വിഷയമാണ്. അങ്ങനെയുള്ള 3 വിഷയങ്ങൾ നിരന്തരം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു വീഴ്ചയും സംഭവിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഭം നേടുന്ന, വിജയിക്കുന്ന, നഷ്ടമേ ഭയപ്പെടേണ്ടതില്ലാത്ത വിധം ഐഹികമായി അള്ളാഹുവിന്റെ കുരുത്തവും പൊരുത്തവും, പാരത്രികമായി അവന്റെ രക്ഷയും മോക്ഷവും ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ഗുണമായി, നഷ്ടം വരാത്ത കച്ചവടമായി, ലാഭം കേവലമല്ല ഇരട്ടിമേൽ ഇരട്ടിയായി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ എന്ന നിലക്ക് പരിചയപ്പെടുന്നത്. അതിലൊന്ന് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ ശരിയായ വായന.
ഖുർആനിന്റെ ശരിയായ പഠനം, ഖുർആനെ ശരിയായി അനുധാവനം ചെയ്യൽ. രണ്ടാമത്തേത് ഇഖാമത്തുസ് സ്വലാത്ത്, നമസ്കാരം അതിന്റെ കാര്യഗൗരവത്തോടെ സമയനിഷ്ഠ പാലിച്ച് ഭക്തിയോടെ ജമാഅത്തായിട്ട് നിർവഹിക്കൽ. മൂന്നാമതായി ചിലവഴിക്കുക നാഥന്റെ മാർഗത്തിൽ. അവൻ നൽകിയതിൽ നിന്ന് ഉള്ളതുപോലെ, ഉള്ളപ്പോൾ ഉള്ളതുപോലെ, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത അവസ്ഥയിൽ, രഹസ്യമായി കൊടുക്കുന്നത് രഹസ്യമായിട്ട്, പരസ്യമാക്കുന്നത് പരസ്യമായിട്ട്, അങ്ങനെ ചിലവഴിക്കൽ ശീലമാക്കിയവർ. ഈ 3 സവിശേഷ ഗുണങ്ങളും നിരന്തരമായി കൊണ്ടു നടക്കുന്നവരാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹരായ വിശ്വാസികളെന്നും അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും അവർ എടുത്തണിഞ്ഞ ഈ മൂല്യങ്ങളെ അള്ളാഹു വില കൽപ്പിക്കുമെന്നും. ഗഫൂറുൻ ഷക്കൂർ. ഷക്കൂർ എന്ന പദത്തിന് മലയാളത്തിൽ നൽകാവുന്ന അർത്ഥം മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവൻ എന്നാണ്. നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ മൂല്യങ്ങളെ നാഥൻ വില കൽപ്പിക്കും. ഈ മൂല്യങ്ങളെ അവൻ പരിഗണിക്കും. അത്തരത്തിലുള്ള വിശ്വാസികൾ അവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ ശരിയായ വായന, ഖുർആന്റെ ശരിയായ പാരായണം. പാരായണം എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. വായന എന്ന് പറയുമ്പോൾ അതിന് സവിശേഷമായ ഒരു അർത്ഥമുണ്ട്. ഓത്ത് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥലോപവുമുണ്ട്. നമ്മുടെ സമുദായത്തിനകത്ത് ഈ പ്രയോഗങ്ങളിൽ ആളുകൾക്ക് ഇപ്പോൾ ശീലമുള്ളത് ഓത്ത് എന്ന പ്രയോഗമാണ്. അർത്ഥമറിയാതെ ഓതിക്കൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തിലാവത്തിന് ഓത്ത് എന്ന് പറയാവോ എന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതതിന്റെ ഭാഷാർത്ഥത്തെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാതിരിക്കലാണ്. പാരായണം എന്നാണ് പറയേണ്ടത്. പാരായണം എന്ന് പറയുമ്പോൾ തിലാവത്ത്, ഖിറാഅത്ത്, വായന, രണ്ടും ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞതാ. അപ്പോൾ പാരായണവും വായനയും എന്തൊന്ന് വായിക്കുന്നുവോ അതിനെക്കുറിച്ച് അറിയാനും അറിഞ്ഞ കാര്യങ്ങളെ മനസ്സിൽ ക്രമപ്പെടുത്തി വെക്കാനും അതിനെ ചിട്ടയോടെ അവതരിപ്പിക്കാനും നമുക്ക് കഴിവുള്ള കഴിവിനെ നൽകുന്ന ഒന്നാണ്. പത്രം വായിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് രാവിലെയും വായിച്ചവരാണ്. ഇപ്പോൾ വിളിച്ചു നിർത്തിയിട്ടു ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും പത്രം വായിച്ചവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ പറയും. അങ്ങനെ മൊത്തം പറയുമ്പോൾ വിവരങ്ങളും നമുക്ക് കിട്ടും, അഭിപ്രായങ്ങളും നമുക്ക് കിട്ടും. എങ്ങനെ ഇത് സാധ്യമായി? വായിച്ചപ്പോൾ സാധ്യമായി. എങ്ങനെ വായിച്ചു? ആ പത്രത്തിലുള്ള വിവരങ്ങൾ വായിച്ചപ്പോൾ അതിന്റെ ആശയം മനസ്സിലായി, സംഭവങ്ങൾ നടന്ന സ്ഥലം മനസ്സിലായി, കൊല്ലപ്പെട്ടവരുടെ എണ്ണം മനസ്സിലായി, അതിന്റെ കാരണം മനസ്സിലായി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. അങ്ങനെ മനസ്സിലായ വിവരങ്ങൾ അവന്റെ തലച്ചോറിന്റെ അടരുകളിൽ അടുക്കിപ്പെറുക്കി വെച്ചു. അടുക്കിപ്പെറുക്കി വെച്ച വിവരങ്ങളെ ഒരു സന്ദർഭം വന്നപ്പോൾ അവന് പുറത്തു പറയാൻ പറ്റി. ഇതാണ് വായന, ഇതാണ് പാരായണം എന്ന കാര്യം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഞാനും നിങ്ങളും ഇത് അനുഭവിക്കുന്നവരാണ്. ആ അർത്ഥത്തിലുള്ള വായന, അങ്ങനെയുള്ള വായന തിലാവത്തുൽ ഖുർആൻ. അപ്പൊ ഖുർആനിനെ അറിയുക, അതിനെ വായിക്കുക, അതിന്റെ പാഠങ്ങൾ അറിയുക, അതിലെ നിർദ്ദേശങ്ങൾ അറിയുക, അതിലെ ദീൻ, ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം യഥാവിധി മനസ്സിലാക്കുക, അതിന്റെ ശരീഅ നിയമങ്ങൾ, ശിർഅത്തം വ മിൻഹാജ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിയമങ്ങൾ, കൽപ്പനകൾ, കർമ്മമാർഗങ്ങൾ, സാരോപദേശങ്ങൾ, ഹുക്കുമുകൾ, വിധികൾ, ശറഈ വിധികൾ, അത് എല്ലാം യഥാവിധി മനസ്സിലാക്കുക, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക, ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അത് പാലിച്ച് ജീവിക്കുക, അതിന്റെ സംസ്കാരവും ശൈലിയും അതിന്റെ സ്വഭാവവും സ്വീകരിക്കുക. അങ്ങനെ സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിന്റെ വർണ്ണം, പടച്ചവൻ നൽകിയ സംസ്കാരം, ആദർശം, കർമ്മജീവിതം, ആദർശം, ജീവിതരംഗത്തെ പ്രായോഗിക നിർദ്ദേശങ്ങൾ, അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ വർണ്ണം സ്വീകരിക്കുക. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ചേരുന്ന സംസ്കാരം, ആദർശം, നിയമം, ക്രമം, ജീവിത പദ്ധതി പഠിപ്പിക്കുന്ന വേറെ ആരാണുള്ളത്? ആ ഖുർആന്റെ ചോദ്യത്തിന് അനുസൃതമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പാരായണം ചെയ്യുക. അതാണ് തിലാവത്തുൽ ഖുർആൻ. രണ്ടാമത്തേത് ഇഖാമത്തുസ് സ്വലാത്ത് എന്നാണ് പറഞ്ഞത്. അല്ലദീന വഅഖാമുസ് സ്വലാ, നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്നവർ. ഈ വിശ്വാസികളുടെ ഗുണം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ശരിക്ക് പാരായണം ചെയ്യുന്നവർ. വഅഖാമുസ് സ്വലാ, രണ്ടാമതായി നമസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നവർ. സമയനിഷ്ഠ പാലിച്ചു ജമാഅത്തായി ഭക്തിയോടുകൂടി ഖുശൂഅോടുകൂടി നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന ബോധത്തോടെ നമസ്കരിക്കുക. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച ഓർമ്മ അവന് ഈ നമസ്കാരം നിലനിർത്തും. സമയം തെറ്റാതെ ദിനേന 5 നേരം കൃത്യമായി നിർവഹിച്ചു നോക്ക്. ദിക്റുള്ള ഉണ്ടാകും. അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നേരെ ചൊവ്വേ ഇഖാമത്ത് ചെയ്യുവിൻ. ആ ബോധമുണ്ടെങ്കിൽ തിന്മയിലേക്ക് പോകില്ല. തിന്മയിൽ നിന്ന് അവനെ തടയും ഈ നമസ്കാരം. ധാർമ്മികതയിൽ അവനെ തുടർത്തും ഈ നമസ്കാരം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഈ നമസ്കാരം അവനെ നിർബന്ധിക്കും. അള്ളാഹുവിന്റെ വഴിയിൽ അവന്റെ ദീനിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർമ്മരംഗത്ത് എഴുന്നേറ്റ് നിൽക്കാൻ അവന് കരുത്തും ഊർജവും പകരും.
അതാണ് ഇഖാമത്തു സ്വലാത്ത്. അങ്ങനെയാണ് ഈ നമസ്കാരം സംഭവിക്കുക. യഥാർത്ഥത്തിൽ ഇഖാമത്തു സ്വലാത്ത് അതാണ് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ആ നമസ്കാരം ഭംഗിയായി നിർവഹിക്കുന്നവരാണ്. മൂന്നാമതായി വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, കൊടുത്തുകൊണ്ടിരിക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക, കൊടുക്കൽ ശീലമാക്കുക. കൊടുക്കൽ ശീലമായി മാറുന്നിടത്താണ് വിശ്വാസികൾ ഉണ്ടാവുന്നത്. കൊടുക്കാതിരിക്കുന്നത് വിശ്വാസിയുടെ ഗുണമല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഉള്ളപ്പോൾ ഉള്ളതുപോലെ കൊടുക്കും, ആവശ്യം അറിഞ്ഞുകൊണ്ട് കൊടുക്കും, ആവശ്യത്തിന് അനുസൃതമായി കൊടുക്കും, ഇല്ലാത്തപ്പോഴും കൊടുക്കുന്ന ശീലം നിലനിർത്തും. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല വർത്തമാനം പറയാൻ അവർക്ക് കഴിയും. അങ്ങനെ കൊടുക്കൽ എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുന്നവർ, കൊടുത്തുകൊണ്ടിരിക്കലാണ് ഇസ്ലാമിന്റെ ശൈലി എന്ന് മനസ്സിലാക്കുന്നവർ, കണക്ക് നോക്കി സക്കാത്ത് കൊടുത്തിട്ട് സക്കാത്തൊക്കെ റമദാനിൽ കൊടുത്തുട്ടോ, ഇനി അടുത്ത റമദാൻ വരട്ടെ എന്ന് പറഞ്ഞ മാന്യന്മാര് മനസ്സിലാക്കണം, നിങ്ങളുടെ രീതി ഇസ്ലാമിന്റേതല്ല. നിങ്ങൾ ഇസ്ലാമിന്റെ ശൈലി അംഗീകരിച്ചിട്ടില്ല. സക്കാത്തും ഏതാനും കണക്ക് നോക്കിയുള്ള കൊടുപ്പും കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് സ്വന്തമാക്കി വെച്ചിട്ട് അതുകൊണ്ട് സുഖിച്ച് ജീവിച്ച് തിന്ന് കുടിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്നവർ അറിയണം, നിങ്ങൾക്ക് പരലോകത്ത് സ്വന്തമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ പൈതൃക സ്വത്തുകൾ സ്വന്തമായി ഭുജിക്കുന്നവരാണ്. അല്ലദീന യഅ്കുലൂൻ, അവർ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആൻ ഇടക്കിടക്ക് തീറ്റയെ കുറിച്ച് പറഞ്ഞെടുത്ത് വയഅ്കുലൂന തുറാസ അക്ലൻ ലമ്മ, അനന്തരമായി കിട്ടിയതും ഈ ഭൂമി അല്ലാഹു നിങ്ങൾക്ക് നൽകിയതുമായ സ്വത്തുക്കൾ സ്വന്തമാക്കി വെച്ച് തിന്നുകൊണ്ടിരിക്കുന്നവർ, അവർ ഒന്നും നേടിയിട്ടില്ല, അവരൊന്നും നേടുന്നില്ല. അവരുടെതെല്ലാം ഭൂമിയിലാണ് സംവിധാനിച്ചത്. അവരുടെ വീടും അവരുടെ വാഹനവും അവർ ഉടുത്തു കളഞ്ഞ വസ്ത്രവും അവർ തിന്ന് വിസർജിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം മണ്ണിലിട്ടതാ. പരലോകത്തേക്ക് അവർ ഒന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് പരലോകത്തേക്ക് നേടൽ എന്റെ ദൗത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാർ. സിർറൻ വഅലാനിയ, രഹസ്യമായി കൊടുക്കേണ്ടടുത്ത് അങ്ങനെ, പരസ്യമായി കൊടുക്കുന്നത് പരസ്യമായി തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ, ആ സംരംഭത്തിൽ ആളുകൾ കനിയട്ടെ, അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ളപ്പോൾ ഉള്ളതുപോലെ ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതുപോലെ അങ്ങനെയുള്ള ചെലവഴിക്കുന്ന രീതിയിലേക്ക് വളരുന്നവർ ഭൗതിക ജീവിതത്തോടുള്ള അത്യാർത്തി ഇല്ലാത്തവരാണവർ. അത്യാർത്തി ഇല്ലായ്മ തെളിയിക്കേണ്ടത് അങ്ങനെയാണ്. ഈ ഭൗതികതയോടെ ആർത്തിയിൽ നിന്ന് തെളിയിക്കേണ്ടത് അങ്ങനെയാണ്. കൊടുത്തുകൊണ്ട് തെളിയിക്കുക. കൊടുത്തുകൊണ്ട് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ശൈലി ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര മുസ്ലിമീങ്ങൾ അന്യം നിന്ന് പോയിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് റസൂലിനോട് അവർ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്താണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? പ്രവാചകരെ, കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്, എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത്? യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ അങ്ങയോട് ചോദിക്കുന്നു പ്രവാചകരെ, അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. ഖുലിൽ അഫ്വ, പറഞ്ഞേക്ക് മിച്ചമുള്ളതെല്ലാം കൊടുക്കൂ. മിച്ചമുള്ളതെല്ലാം കൊടുക്കാൻ പഠിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. മിച്ചമുള്ളതെല്ലാം കൊടുത്ത് ശീലിച്ച ഒരു തലമുറയാണ് മുൻഗാമികൾ. പക്ഷെ മിച്ചമുള്ളത് പോവട്ടെ, മിച്ചത്തിൽ നിന്ന് കണക്ക് പോലും കൊടുക്കാൻ കഴിയാത്തവർ, മിച്ചത്തിൽ നിന്ന് കണക്ക് കൊടുത്തിട്ട് പിന്നീട് കൊടുക്കാതിരിക്കുന്നവർ, കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് കൊടുത്തതിന്റെ പേരിൽ നിഗളിക്കുന്നവർ, കൊടുത്തതിന്റെ പേരിൽ കൊടുത്ത് വാങ്ങിയവന്റെ പിന്നാലെ കൂടുന്നവർ, ഇത്തരത്തിൽ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് നടക്കുന്നവർ ഭൗതികന്മാരാണ്. അവർ പരലോകത്തേക്കൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൗതിക ജീവിതത്തോടുള്ള അത്യാർത്തിയിൽ നിന്ന് സ്വന്തത്തെ രക്ഷിച്ച് സമസൃഷ്ടികളുള്ള കടപ്പാടുകൾ പൂർത്തീകരിച്ച് പരലോകത്തേക്ക് മുതൽ കൂട്ടുന്നവർ, അതാണ് ഇൻഫാഖ്. ഭൗതികതയുള്ള ആർത്തി ഇല്ലായ്മ ചെയ്ത് സ്വന്തത്തെ ആ ഭൗതിക ആർത്തിയിൽ നിന്ന്, ആസക്തിയിൽ നിന്ന്, ഉന്മാദത്തിൽ നിന്ന്, ആസ്വാദനത്തിൽ രക്ഷിച്ചെടുത്ത് തന്റെ കൂടെ ജീവിക്കുന്ന സമസൃഷ്ടികളുടെ കടപ്പാടുകൾ പൂർത്തീകരിച്ച് ഇസ്ലാമിന്റെ പ്രവർത്തനവും വിജയവും സംരംഭവും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് പരലോകത്തേക്ക് മുതൽ കൂട്ടലാണ് ഇൻഫാഖ്. അൽ ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കർ. ഈ മൂന്ന് സംഗതിയും ശീലമാക്കിയ വിശ്വാസികൾ, ഇത് ശീലമായവരാ. ഇത് റമദാനിന് മാത്രം ശീലിച്ചവർ എന്നല്ല, ഇത് ശീലമായവർ എന്നാണ്. ഇത് ദിവസവും ശീലമാക്കുന്നവർ എന്നാണ്. ഈ ശൈലിയായി സ്വീകരിച്ചവർ എന്നാണ്. ഈ സ്വഭാവമായി കൊണ്ട് നടക്കുന്നവർ എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം വരാത്ത ഒരു കച്ചവടം പ്രതീക്ഷിക്കുന്നവരാണ്. ലാഭം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവരാണ്. നമ്മൾ കച്ചവടത്തിൽ ഇറങ്ങുമ്പോൾ നഷ്ടസാധ്യതയുണ്ട്, ലാഭസാധ്യതയുമുണ്ട്. ലാഭമുള്ള അവസരവും നഷ്ടം വരുന്ന അവസരവുമുണ്ട്. എന്നാൽ നഷ്ടസാധ്യത തീരെയില്ലാത്ത ലാഭം മാത്രമുള്ള ഒരു കച്ചവടം, ലാഭം മാത്രമല്ല ലിയുവഫിയഹും ഉജൂറഹും,
അവർക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം നന്നായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കും. വയസീദഹും മിൻ ഫദ്ലി, അവന്റെ ഔദാര്യത്താൽ കൂടുതലായിട്ട് നൽകും. ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, അവൻ പാപങ്ങളേറെ പൊറുക്കുന്നവനും മൂല്യങ്ങളെ വില കൽപ്പിക്കുന്നവനുമാണ്. ഇതേ ആശയം സൂറ അൽ അംഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയം സത്യവിശ്വാസികൾ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ, തമ്പുരാനെ കുറിച്ച് സ്മരിപ്പിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളും. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, അവന്റെ ആയാത്തുകൾ അവരുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, തിലാവത്തുൽ ഖുർആൻ, തിലാവത്തുൽ ആയാത്ത്, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ശരിയായി പാരായണം ചെയ്ത് അതിന്റെ ആശയം അവിടെ മേൽ നിവർത്തിച്ചു കൊടുത്താൽ, അതിന്റെ ആശയ ലോകത്തേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാൽ, സാദത്തുഹും ഈമാന, അവർക്ക് വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കാനുള്ള വഴി അതാണ്. ഇപ്പോൾ റമദാനിൽ വിശ്വാസമൊക്കെ അങ്ങ് വർദ്ധിച്ച് ഗ്രാഫ് അങ്ങ് മുകളിലേക്കായി. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഗ്രാഫ് കുത്തനെ കീഴ്പോട്ടായി. ഇപ്പോൾ വക്ത് നമസ്കാരത്തിന് പള്ളിയെത്താൻ ആള് വൈകി തുടങ്ങി. ജുമാക്ക് ആള് എത്താൻ ഇത്തിരി പ്രയാസമായി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാഫ് കുത്തനെ കീഴ്പോട്ടാണ്, പാതാളം വരെ താഴും. എന്നിട്ട് അടുത്ത റമദാനിൽ വേണം പിന്നീട് എടുത്തു വെക്കാൻ. ഇങ്ങനെ ഒരു കൂട്ടർ ഭൂമുഖത്തുണ്ടാവുന്നതിൽ കാര്യമില്ല. ഇങ്ങനെ ഒരു കൂട്ടർ സ്വർഗം പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മുടെ ഈമാൻ ഇങ്ങനെ നിലനിൽക്കണം. അതതിന്റെ വർധനവിൽ വർദ്ധിത വീര്യത്തോടെ നിലനിൽക്കണം. അത് കുറയാൻ പാടില്ല, അത് താഴോട്ട് വരാൻ പാടില്ല. അതിനുള്ള മാർഗം ഖുർആനിന്റെ പഠനമാണ്, ഖുർആനിന്റെ പാരായണമാണ്. അതിന്റെ ആശയലോകം ദിനേനെ സ്വന്തം ഹൃദയ മസ്ജിദിൽ കയറ്റിവെക്കലാണ്. അതിന് ശ്രമിക്കാത്തവൻ എങ്ങനെ മുസ്ലിമാകും? അതിന് ശ്രമിക്കാത്തവൻ എങ്ങനെ മുഅ്മിനാകും? അതിന് ശ്രമിക്കാത്തവൻ എങ്ങനെ സ്വർഗം നേടും? കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ ആശയലോകം ദിനേന സ്വന്തം നെഞ്ചകത്തേക്ക് ഏറ്റുവാങ്ങാൻ ശ്രമിക്കാത്ത ഒരുത്തൻ മുസ്ലിമാകുമോ എന്ന ഒരു പഠനത്തിന് സാധ്യതയുണ്ട്. നമ്മുടെ ആളുകൾ പഠിക്കട്ടെ. ഖുർആനിന്റെ ആശയലോകം ദിനേന സ്വന്തം നെഞ്ചകത്തേക്ക് കയറ്റിവെക്കാത്തവൻ മുസ്ലിമാകുമോ എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പഠനത്തിന്റെ സാധ്യത മുസ്ലിം സമുദായം തള്ളിക്കളയരുത്. കാരണം ഇതല്ലാതെ വേറെ മാർഗമില്ല. ഈമാൻ അൽ ഈമാനു യസീദു വയൻഖുസു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയും. ഈമാൻ കുറയുക ഭൂഷണമല്ല, കുറയുന്ന അവസ്ഥ സംഭവിച്ചേക്കാം. അതിനെങ്ങനെ ഉയർത്തി നിർത്തണം? അത് എപ്പോഴും ഉയർന്നു നിൽക്കണം. അത് കൂടുതൽ മുകളിലേക്ക് കയറിപ്പോവണം. കാണെ അള്ളാഹുലേക്ക് വളരണം, മാലാഖമാരേക്കാൾ ഉയരണം, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോവണം. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള വഴി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നേടലാണ്, യഥാർത്ഥ അറിവ് സ്വന്തമാക്കലാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ അറിവാണ്, അതിന്റെ വിശദീകരണമാണ് തിരുസുന്നത്ത്. അതിന്റെ രണ്ടിന്റെയും വിശദാംശങ്ങളാണ് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അറിവുകൾ. ആ അറിവുകളിലേക്ക് ബോധപൂർവം ഇറങ്ങിച്ചെല്ലാതെ ജീവിക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സവിശേഷതയുള്ള വിശ്വാസികൾ പെടാൻ അർഹരല്ല. അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. അവർ നാളെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ അറിയണം, ഇവിടെ തിലാവത്തുൽ ഖുർആൻ വിശദീകരിച്ച ഈ ഭാഗം സൂറ അൽ അംഫാലിലെ 2ാമത് ആയത്ത്, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗുണമുള്ളവരാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് 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 എന്ന് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങളെ കുറിച്ചും അവരെ ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. പേടി കൊണ്ട്, ഭയം കൊണ്ട്, പരലോകത്തെ ഓർത്ത്, മഹ്ശറിനെ ഓർത്ത്, നരകത്തെ ഓർത്ത് അവിടെ ഹൃദയത്തിൽ ഒരു ഇളക്കമുണ്ടാകും. ഈ ഹൃദയത്തിൽ ഇപ്പോഴും ഇളക്കം സംഭവിക്കാത്ത വിധം ഉറച്ചുപോയ മനുഷ്യര് പേടിക്കണം. പാറക്കല്ലുകൾക്ക് ഇത്രയും കാഠിന്യമില്ലെന്ന്. ഒരു മാസക്കാലം എല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞിട്ടും അള്ളാഹു എന്ന് പറയപ്പെടുമ്പോ, പരലോകത്തെ കുറിച്ച് പറയുമ്പോ ഹൃദയത്തിൽ ചലനമില്ലാത്ത ആളുകൾ മനസ്സിലാക്കണം, പാറക്കല്ലുകൾക്ക് ഇത്ര കാഠിന്യമില്ലെന്ന്. പാറക്കല്ലുകൾ ഇതിനേക്കാൾ മൃദുലമാണെന്ന് അള്ളാഹു പറയുന്നു. വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, പാറകൾ പൊട്ടി ജലമൊഴുകാറുണ്ട്. ആ പാറകൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യമില്ല. വഇന്ന മിൻഹാ ലമാ യശക്കകു ഫയഖ്റുജു മിൻഹുൽ മാ, വേറെ ചില പാറകൾ താഴേക്ക് വീണ് പൊട്ടിപ്പിളർന്ന്, അല്ലെങ്കിൽ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് വെള്ളം കിനിയാറുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, പടച്ചവനെ ഭയന്ന് മലമുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന പാറകളുമുണ്ട്. ആ പാറകൾക്ക് ഇതിനേക്കാൾ നൈർമല്യമുണ്ടെന്ന്. നമ്മുടെ ഹൃദയങ്ങൾ ഈ പാറകളെക്കാൾ ഉറച്ചുപോയെന്ന്. അതുകൊണ്ട് നമുക്ക് പടച്ചവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ ഹൃദയത്തിൽ ചലനങ്ങൾ ഉണ്ടാവുന്നില്ല. മരണം കണ്ടാലും കണ്ണ് തുറക്കുന്നില്ല.
പരലോകം എത്ര വായിച്ചു കേട്ടാലും നമ്മുടെ മനസ്സിളകുന്നില്ല. കാരണം ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതുപോലെ കയറിയിട്ടില്ല. കയറാനുള്ള വഴി പടച്ചവനെ അറിയലാണ്, പരലോകത്തെ അറിയലാണ്, ഖുർആന്റെ ശരിയായ വായനയാണ്, അതിന്റെ ആശയലോകത്തേക്ക് ബോധപൂർവം കടന്നു ചെല്ലലാണ്, അത് നാം സ്വന്തമാക്കിയെടുക്കലാണ്. അതിന്റെ ചിന്തയാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കട്ടെ. അങ്ങനെ ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാവട്ടെ. ഈ ശിദ്ധത്ത് മാറി റിക്കത്ത് വരട്ടെ. ഈ കാഠിന്യം മാറിയിട്ട് നൈർമല്യഭാവം സ്വീകരിക്കാൻ കഴിയട്ടെ. അങ്ങനെ വരുമ്പോഴാണ് പടച്ചവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ വജിലത്ത് കുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളും. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കും. അത് പാരായണം ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ സാദത്തുഹും ഈമാന, അവിടെ ഈമാൻ ഇങ്ങനെ പടിപടിയായി വർദ്ധിക്കും. അതങ്ങനെ നിലനിൽക്കും. അതിന് അടുത്ത ഒരു റമദാൻ മാസം കാത്തിരിക്കേണ്ടി വരില്ല. അതൊരിക്കലും താഴോട്ട് പോവില്ല. ആ ഈമാനിനെ അതിന്റെ ഏറ്റവും പരിപക്വമായ അവസ്ഥയിൽ അതിന്റെ പൂർണ്ണതയിൽ തുറത്താൻ കഴിയണം. അങ്ങനെയുള്ള വിശ്വാസികൾ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ ബരമേൽപ്പിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നവരാണ്. എപ്പോൾ മരണം വന്ന് വിളിച്ചാലും മലക്കുൽ മൗത്ത് അസ്രായീൽ ആശീർവാദം പൊഴിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന അവസ്ഥയിൽ നന്മേച്ചുക്കളായി മുന്നോട്ട് പോകുന്നവർ, അങ്ങനെയുള്ള മനുഷ്യരാണ് മണ്ണിൽ ഉണ്ടാവേണ്ടത്. അവരാണ് വിശ്വാസികൾ. അവരുടെ ഒന്നാമത് ഗുണം ഈ തിലാവത്തുൽ ഖുർആനാണ് എങ്കിൽ, തുടർന്ന് മൂന്നാമത് ആയത്തിൽ അല്ലദീന യുഖീമൂന സ്വലാ, അവർ നമസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നവരാണ്. മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരുമാണ്. അവിടെയും തിലാവത്തുൽ ഖുർആൻ, ഇഖാമത്തുസ് സ്വലാ, അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അത് മൂന്നും വീണ്ടും ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ബോധപൂർവം എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയെ അതിലേക്ക് കൊണ്ടുവരികയാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം, അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട പദവി. വമഗ്ഫിറ, അവർക്കാണ് പാപമോചനം. വറിസ്ഖുൻ കരീം, അവർക്ക് അല്ലാഹു ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇത് കൃത്യമായ വർത്തമാനമാണ്. ഇത് ഖുർആനിന്റെ വർത്തമാനമാണ്. നമ്മുടെ ശീലവും ശൈലിയും രീതിയും ജീവിതശീലങ്ങളും ദിനചര്യകളും ഇങ്ങനെയാവാൻ നമുക്ക് കഴിയാത്ത കാലത്തോളം റമളാനിന്റെ ഔദാര്യം പ്രതീക്ഷിച്ച് സ്വർഗം സ്വപ്നം കാണരുത്. റമളാനിന്റെ ഔദാര്യം പ്രതീക്ഷിച്ച് സ്വർഗം സ്വപ്നം കാണരുത്. നിത്യജീവിതത്തിൽ നാഥന്റെ കൽപ്പന പാലിച്ച് സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുക. അതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. റമളാനിന്റെ ഔദാര്യത്തിൽ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുന്നവർ വിഡ്ഢികളാണ്. നിത്യജീവിതത്തിൽ അള്ളാന്റെ കൽപ്പനകൾ പാലിച്ച് സ്വർഗം കാത്തിരിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. അത്തരം ഒരവസ്ഥയിലേക്ക് നമുക്ക് എന്ന് മാറാൻ കഴിയുമെന്ന് ഈ ഉള്ളവൻ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളോടും ചോദിക്കുക. അങ്ങനെ ഒരു രീതിയിലേക്ക് എന്ന് മാറാൻ കഴിയും ഈ സമൂഹത്തിന്? ഖുർആനിന്റെ പഠനം ജീവിതചര്യയായി സ്വീകരിച്ചവർ, ഖുർആനിന്റെ പഠനം തപസ്യയായി സ്വീകരിച്ചവർ, ദിനേന വായിക്കുന്നവർ, പഠിക്കുന്നവർ, അതിലൂടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നവർ, നാഥനെ ഭയക്കുന്നവർ, പടച്ചവനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർ, കൽപ്പനകൾ പാലിക്കുന്നവർ, ഹറാമിൽ വീഴാത്തവർ, നന്മേച്ചുക്കളായ ഇസ്ലാമിന്റെ മഹത്വത്തെ മറ്റുള്ളവരെ അനുഭവിപ്പിക്കാൻ കഴിയുന്ന നേരും നെറിയുമുള്ളവർ. അങ്ങനെ മാറാത്ത കാലത്തോളം ഈ സമുദായം ഒന്നും നേടിയിട്ടില്ല, അള്ളാന്റെ ദീനോട്ട് വളരുകയുമില്ല. ഇതാണ് നമുക്ക് പറ്റിയ അബദ്ധം. അവരോ നേരെ ചൊവ്വേ നമസ്കരിക്കുന്നവർ, ആ നമസ്കാരം അവരെ കരുത്തരാക്കും, ഇസ്ലാമിന്റെ മാർഗത്തിൽ കരുത്തരാക്കും. പ്രലോഭനങ്ങൾ അവർ വീണുപോവില്ല, ഭൗതികതയിലേക്ക് അവർ മുഖം കുത്തി വീഴില്ല. അവർ റമളാനിന്റെ കെട്ടുകഴിഞ്ഞാൽ പിന്നീട് കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറിപ്പറന്ന് തിന്മയിൽ ചെന്ന് വീഴില്ല. അവരാണെങ്കിലോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരലോകത്തേക്ക് മുതൽ കൂട്ടുന്നവർ, നന്നായി സമ്പാദിച്ച് നന്നായി ചെലവഴിക്കുന്നവർ. നബിയുടെ ഒരു ആശീർവാദമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശീർവാദം, നിഅമൽ മാലു സ്വാലിഹ് ലിറജുലി സ്വാലിഹി, നല്ല മനുഷ്യരുടെ കയ്യിൽ നല്ല പണം വരട്ടെ, നല്ല മനുഷ്യരുടെ കയ്യിൽ നല്ല പണം വരട്ടെ. അത് വല്ലാത്തൊരു ആശീർവാദമാണ്. നല്ല മനുഷ്യന്റെ കയ്യിൽ ഹലാലായ പണം നന്നായി വരട്ടെ. അപ്പോൾ അവനും ജീവിക്കും, അവന്റെ കുടുംബവും ജീവിക്കും, അവന്റെ അയൽപ്പക്കവും ജീവിക്കും, സമുദായവും ജീവിക്കും, സമൂഹവും ജീവിക്കും, നാടും ജീവിക്കും. ഇസ്ലാമിന് ഉയർച്ചയും വളർച്ചയും അത് മുഖേന ഉണ്ടാകും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറുന്നവർ, ഇത് ചെറിയ വർത്തമാനമല്ല. നിങ്ങൾ ഈ സൂക്തങ്ങൾ എടുത്ത് പഠിക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ വക കാര്യങ്ങൾ നമ്മൾ കുറച്ചു കാലത്തേക്ക് മാത്രം ശീലിച്ചവരാണ്, അതിനപ്പുറത്തേക്ക് ശീലിക്കാത്തവരാണ്, അതിനപ്പുറത്തേക്ക് പാലിക്കാത്തവരാണ്, അതിനപ്പുറത്ത് കൊണ്ട് നടത്താത്തവരാണ്. പക്ഷെ ഇതാണ് സ്ഥിരമായ ശീലം, ഇതാണ് സ്ഥിരമായ ശൈലി.
ഇതാണ് നമുക്കുണ്ടാവേണ്ട ഗുണഗണങ്ങൾ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായി മുന്നോട്ട് പോകാൻ കഴിയുക. ആ വിശ്വാസികളെ ഗുണങ്ങളെ കുറിച്ച് വീണ്ടും ഖുർആൻ പറയുന്നു, വൈദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ, പരമകാരുണികനായ നാഥന്റെ ആയാത്തുകളെ, വചനങ്ങളെ അവിടെ മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖർറൂ സുജ്ജദൻ വബുകിയ, അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും. പടച്ചവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നവർ. എങ്ങനെയാണത് സാധ്യമാവുക? അപ്പറഞ്ഞ വചനത്തിന്റെ മർമ്മം അറിയുമ്പോഴാണ്. പക്ഷേ വചനത്തിനകത്ത് പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ ഗൗരവം അറിയാതെ ഓതിക്കൊണ്ടിരിക്കുന്നവർക്ക് ഓത്തിന്റെ സുജൂദ് രേഖപ്പെടുത്തിയ ഭാഗം വരുമ്പോൾ ഒരു ഔപചാരിക സുജൂദിനപ്പുറത്ത് സുജൂദ് ചെയ്യാൻ കഴിയാറില്ല. അതാണ് നമ്മുടെ ഓത്തിന്റെ ഒരു കുഴപ്പം. തിലാവത്തിന്റെ ആയാത്തുകൾ വരുന്നിടത്ത്, തിലാവത്തിന്റെ സുജൂദ് വരുന്നിടത്ത് ഖുർആനിലെ അടയാളം നോക്കി സുജൂദ് ചെയ്യാനല്ലാതെ അതിൽ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം ഓർത്ത് കരഞ്ഞുകൊണ്ട് നാഥന് മുമ്പിൽ സുജൂദിൽ വീടാൻ കഴിയാതെ പോയ ഹതഭാഗ്യരാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ. അവർക്ക് അറബി അറിയില്ല, അവർക്ക് ഖുർആനിന്റെ അർത്ഥം അറിയില്ല, അവർക്ക് ഖുർആന്റെ ഭാഷ പരിചയമില്ല. ഭാഷ പരിചയമില്ലെങ്കിൽ ആശയമെങ്കിലും വായിക്കണ്ടേ, അതിനവർ തയ്യാറില്ല. എന്നിട്ട് ഖത്മ് തീർത്തതിന്റെ കണക്കും എഴുതി വെച്ച് മുന്നോട്ട് പോകുന്ന നാണം കെട്ട ഒരു തലമുറ ഈ സമുദായത്തിനകത്ത് എങ്ങനെ വന്നു നമുക്കറിയില്ല. അങ്ങനെ ഒന്ന് ഖുർആന് പരിചയമില്ല. ഖുർആനിന് തിലാവത്തെ പരിചയമുള്ളൂ. അത് അർത്ഥം, ആശയം അറിഞ്ഞുകൊണ്ടുള്ള വായനയാണ്. തിലാവത്തിന് വേറൊരർത്ഥവുമുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അനുധാവനം ചെയ്യൽ. അപ്പോൾ തിലാവത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അനുധാവനം ചെയ്യല, അതിനെ പിൻപറ്റൽ. അതിനെ പിൻപറ്റുന്നത് അർത്ഥമറിയുന്നവർക്കാണ്, ആശയമറിയുന്നവർക്കാ, അതിലെ ഹുക്കുമ് പഠിക്കുന്നവർക്കാ, അതിന്റെ ആദർശം പഠിക്കുന്നവർക്കാ. അവർക്ക് പിൻപറ്റാൻ കഴിയൂ. ഖുർആൻ നന്നായി ഓതിയിട്ടും ഖുർആനിന്റെ കൽപ്പനകളെ പിൻപറ്റുന്നില്ല എന്നത് പോവട്ടെ, ഖുർആൻ മടക്കി വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഖുർആന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, അതാണ് ഈ സമുദായത്തിന്റെ ദുര്യോഗം. അതുകൊണ്ട് നമ്മൾ അറിയണം, ഇതല്ല ഇസ്ലാം മുമ്പിൽ കാണുന്ന ഒരു സമുദായം. ഇസ്ലാം മുമ്പിൽ കാണുന്ന ലക്ഷണമൊത്ത മുഅ്മിനീങ്ങളായി മാറാൻ നമ്മൾ ഇനിയും ഒരുപാട് കാലം സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരാത്തത്, അതുകൊണ്ടാണ് നമ്മൾ ഉയരാത്തത്, അതുകൊണ്ടാണ് നമുക്ക് ഭീതി അകന്നു പോവാത്തത്, അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യരാകാൻ കഴിയാത്തത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അറിയുക, ഖുർആന്റെ ഈ ഊന്നലുകളെ കൈവിടാതിരിക്കുക. വിശുദ്ധ ഖുർആൻ യഥാവിധി പഠിക്കുന്ന, ആശയലോകത്തെ സ്വന്തമാക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഭയവും പേടിയും ഉണ്ടായി വരുന്ന, അങ്ങനെ കാണെ നാഥനിലേക്ക് വളരുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പഠനം ലക്ഷ്യമാക്കി നമ്മുടെ മഹല്ല് ജമാഅത്തിൽ 2 സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം അർത്ഥം എഴുതി പഠിച്ചുകൊണ്ടുള്ള ഒരു ഖുർആൻ പഠന രീതി ഈ മഹല്ല് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ അതിന്റെ പഠിതാക്കളാണ്. ദുര്യോഗം ആവേശത്തോടെ വരും, പിന്നീട് പതിയെ പിൻവാങ്ങും എന്നതാണ്. രണ്ടാമത്തെ ഒരു പഠന സമ്പ്രദായം, ബുധനാഴ്ച ദിവസം ഈ പള്ളിയുടെ ഈ മുഖ്യ സ്ഥലത്ത് വെച്ച് ഖുർആനിന്റെ അർത്ഥം, ആശയം, അതിന്റെ വിശദീകരണം, അതിലെ ആദർശം, ശറഈ ഹുക്കുമുകൾ വിശദീകരിക്കുന്ന ഒരു പഠന ക്ലാസ് ഉണ്ട്. അത് ബുധനാഴ്ച ഇഷാക്ക് ശേഷമാണ് നടന്നിരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച മുതൽ മഗ്രിബിന് ശേഷം ഇഷാ വരെ സമയത്ത് നടക്കും. സൂറ അൽ ഫാത്തിഹ, സൂറ അൽ ബഖറ, സൂറ ആൽ ഇംറാൻ വിശദമായ പഠനത്തിന് ശേഷം ഇപ്പോൾ സൂറത്തു നിസായിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച നന്തങ്കോട് പള്ളി കേന്ദ്രീകരിച്ചും ഖുർആൻ പഠന ക്ലാസ് നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വ്യാഴാഴ്ച 3 മണി മുതൽ 4:30 വരെയും ഒരു പഠന ക്ലാസ് ഉണ്ട്. യഥാർത്ഥത്തിൽ നല്ല ഒരു ശതമാനം ആളുകൾ ഖുർആൻ പഠനത്തിലേക്ക് യഥാവിധി ഇറങ്ങിത്തിരിച്ചിരുന്നു എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ മാർഗ്ഗം മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. അവസരങ്ങൾ ഇല്ലാതെ പോകുന്നതല്ല, നമുക്ക് താല്പര്യമില്ലാതെ പോകുന്നതാണ്. നാം പലപ്പോഴും ഗൗരവമറിയാതെയാണ് മുന്നോട്ട് പോകുന്നത്.
ഖുർആൻ പഠനം യഥാവിധി നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം സന്ദർഭങ്ങളെയും സമാനമായ മറ്റു അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തി ഖുർആന്റെ പഠനം ഒരു സ്ഥിരം ശീലമാക്കി മാറ്റണമെന്ന് വിനയപുരസ്സരം ഉണർത്തുന്നു. നാഥൻ അവന്റെ വേദഗ്രന്ഥത്തിന്റെ കൽപ്പനകളെ അറിഞ്ഞു പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.